പിതൃസ്മരണയിൽ തർപ്പണ പുണ്യം തേടി ആലുവ മണപ്പുറത്ത് 10,000 ബലിയിട്ടു. പുലർച്ചെ 2 മണി മുതൽ ആരംഭിച്ച ബലിതർപ്പണം വൈകിട്ട് 3 മണി വരെ തുടരും. സുരക്ഷയ്ക്കായി 450ഓളം പോലീസുകാരെയും അഗ്നിശമന സേനാംഗങ്ങളെയും മേഖലയിൽ വിന്യസിച്ചിരുന്നു. ശ്രീശങ്കരനെ തഴുകിയൊഴുകുന്ന പെരിയാറിന്റെ തീരം, ശ്രീരാമചന്ദ്രൻ ജടായുവിനായി തർപ്പണം ചെയ്ത തീരം ആലുവ മണപ്പുറം. പിതൃമോക്ഷത്തിനും തലമുറകളുടെ പുണ്യവും അനുഗ്രഹവും തേടുന്നതിനും ഈ തീരം അത്രമേൽ പരിപാവനം. പുലർച്ചെ 2 മുതൽ ബലിതർപ്പണം ആരംഭിച്ചു. ആലുവ ശിവക്ഷേത്രം മേൽശാന്തി ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ക്ഷേത്രത്തിലെ ചടങ്ങുകൾ. പെരിയാറിന്റെ തീരത്തെ 38 ബലിപീഠങ്ങളിൽ 10,000 ഒരേ സമയം തർപ്പണം ചെയ്തു. ഗുരു വിഷ്ണു ഗുരുദേവ മഹേശ്വര പവിത്രം പാപനാശനം ആയസ്തേജോ. നമ്മുടെ പിതൃക്കളുടെ പേരും നാളൊക്കെ ഒന്ന് ശരിക്കും മനസ്സിൽ വരുത്തിച്ച് സ്വാർത്ഥപിണ്ണം അകന്തതാമി എന്നയുടെ നടുക്കെല്ലാവരും വെച്ച് 2 കൈ കൊണ്ട് പിണ്ണം തൊട്ട് വന്നിച്ച് ശ്രീശങ്കരന്റെ മടിത്തട്ടിലെ പിതൃതർപ്പണം നൽകുന്ന അനുഭൂതിയും സംതൃപ്തിയും വേറെ തന്നെയെന്ന് അനുഭവം. ഞങ്ങൾ കാലങ്ങളായിട്ട് ഇവിടെ തന്നെ വരണ ആളുകളാണ്. ഇവിടെ വന്ന് ബലിയിടുന്നതാണ് നമ്മുടെ തൃപ്തി. ഞങ്ങൾ ആയ കാലം തുടങ്ങി ഇവിടെ വന്ന് ബലിയിടുന്നതാണ്. അതൊരു സംതൃപ്തി വേറെയാണ്. വേറെ എവിടെയും പോയി ബലിയിടാറില്ല. ഞങ്ങൾ ഇവിടെ തന്നെ വരാണ്. മഹാദേവന്റെ നടക്ക മഴയ്ക്ക് സാധിക്കുമെന്ന് വിചാരിച്ചില്ല, എന്നാലും സാധിച്ചു. വർഷങ്ങളായി ഇവിടെ വരണതാണ്. 10-40 കൊല്ലം കഴിഞ്ഞു. എത്ര തിരക്കാണെങ്കിൽ ഇവിടെ വന്നാലേ ഒരു തൃപ്തിയാവത്തുള്ളൂ. ഇവിടെ വരുമ്പോൾ ഒരു വലിയ അനുഭൂതിയാണ് നമുക്കുണ്ടാവുന്നത്. കനത്ത മഴയിൽ പെരിയാർ കവിഞ്ഞ് ക്ഷേത്രം വെള്ളത്തിനടിയിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ വിട്ടുനിന്ന് ജലനിരപ്പ് താഴ്ന്നത് ഭക്തർക്ക് ആശ്വാസമായി. 3 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 450ഓളം പോലീസുകാരെയാണ് മേഖലയിൽ വിന്യസിപ്പിച്ചത്. 25ഓളം ഫയർ ഓഫീസർമാരെയും അധികമായി നിയോഗിച്ചു. KSRTCയും മെട്രോയും അധിക സർവീസ് നടത്തി. ആലുവ ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള പ്രത്യേക മെഡിക്കൽ സംഘം മണപ്പുറത്ത് ക്യാമ്പ് ചെയ്തു. ബോംബ് സ്ക്വാഡും സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു. നാം ഇന്നനുഭവിക്കുന്ന ഏതൊന്നിനു പിന്നിലും നമുക്ക് മുന്നേ കടന്നുപോയ ഒരു തലമുറയുടെ സ്പർശമുണ്ടാകും. അവരെ ഓർക്കാതെ നമുക്ക് കടന്നു പോകാനുമാവില്ല. ആ സന്ദേശമാണ് പിതൃതർപ്പണത്തിൻ്റേത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ഉണ്ണിക്ക വാര്യർക്കൊപ്പം മിഥുനയ്യപ്പൻ, ജനം.